الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها بث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് തഖ്വയിലധിഷ്ഠിതമായി മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിന്റെ 208-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് ഉദ്ഖുലൂ ഫി സിൽമി കാഫ, നിങ്ങൾ സമ്പൂർണമായിട്ട് ഇസ്ലാമിൽ പ്രവേശിക്കണമെന്നാണ്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ ഒരിക്കലും പിന്തുടർന്നു പോകരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായിട്ടും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ വ്യക്തമായ ഒരു ശത്രു തന്നെയാകുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ശറഅ്, അവന്റെ ദീന് നമ്മളോട് എന്തെല്ലാം കൽപ്പിക്കുന്നുണ്ടോ ആ കൽപ്പനകളെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും അള്ളാഹുവിന്റെ ശറഅ് നമ്മളോട് എന്തൊക്കെയാണോ വിലക്കിയത് അതിൽ നിന്നെല്ലാം മാറി നിൽക്കുവാനും അള്ളാഹുവിന്റെ ദീനിനെതിരായി പിശാച് നമ്മെ ഉപദേശിക്കുകയും നമ്മുടെ ഇച്ഛകൾ നമ്മളെ നിരന്തരമായി പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ കീഴ്പ്പെട്ടുകൊടുക്കാതെ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് പിശാചിന്റെ വഴികൾക്ക് വിരുദ്ധമായി എതിരായിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് അള്ളാഹു നമ്മളോട് ഓരോരുത്തരോടും കൽപ്പിക്കുകയാണ്. ഇസ്ലാമിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ശരിയാക്കേണ്ടത് നമ്മുടെ വിശ്വാസം തന്നെയാണ്. കറകളഞ്ഞ തൗഹീദിന്റെ ആദർശത്തിന്റെ വക്താക്കളായിട്ട് നമ്മൾ മാറുമ്പോഴാണ് പടച്ചറബ് സുബ്ഹാനഹു വ തആല ഒരുക്കിവെച്ച സ്വർഗം നമുക്ക് ലഭ്യമാകുന്നത്. ആ വിശ്വാസം തുടങ്ങിയിട്ട് അതിന്റെ ഭാഗമായി അതിന്റെ ബാക്കിയായി എന്തെല്ലാം ഒരു മുസ്ലിമിൽ ഉണ്ടാകണമെന്നാണോ സൃഷ്ടികർത്താവായ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അതെല്ലാം നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ്. രക്ഷിതാവിനോടുള്ള കടപ്പാടിന് ശേഷം മാതാപിതാക്കളുള്ള കടപ്പാടും അതിനുശേഷം നമ്മളുമായി ഇടപഴകുന്ന കുടുംബത്തോടും ബന്ധുക്കളോടും അതുപോലെ തന്നെ അയൽവാസികളോടും കൂട്ടുകുടുംബങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെയുള്ള കടപ്പാടുകൾ ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ട് സമ്പൂർണമായിട്ട് ഇസ്ലാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിം ഒരിക്കലും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടവനല്ല, മറിച്ച് ഏറ്റവും നല്ല മുഅ്മിൻ അല്ലദീ യുഖാലിത്തുന്നാസ് വയസ്ബിറു അലാ അദാഹും ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, പടച്ചറബിന്റെ അടുക്കൽ ഏറ്റവും നല്ലവനായ മുഅ്മിൻ ജനങ്ങളിൽ നിന്ന് അകന്നു കഴിയുകയും ജനങ്ങളുടെ ഉപദ്രവങ്ങൾ ക്ഷമിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നവനല്ല,
മറിച്ച് ഒറ്റപ്പെട്ടു പോകാതെ സമൂഹത്തിനിടയിൽ തന്നെ ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയായി അവരിലെ സന്തോഷത്തിൽ, അവരുടെ സന്താപത്തിൽ, അവരുടെ ഉപദ്രവത്തിൽ, അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും സമൂഹവുമായി ഇടപഴകി ജീവിക്കുന്ന മുഅ്മിനിനെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവൻ സമ്പൂർണമായിട്ട് ഇസ്ലാമിന്റെ നിയമാവലികൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മൾ പാലിക്കേണ്ടതായ ചില കാര്യങ്ങൾ നമ്മിലുണ്ടായിരിക്കണം. നമ്മൾ വെടിയേണ്ടതായിട്ടുള്ള ചില ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഓരോ നിമിഷങ്ങളും അയാൾക്ക് ആരാധനകളാണ്. ഒരാളെ കണ്ടുമുട്ടുമ്പോഴും, അയാളോട് സംസാരിക്കുമ്പോഴും, അയാളുമായിട്ട് പിരിയുമ്പോഴും, അയാൾ തന്റെ ജോലിയിൽ കഴിച്ചുകൂട്ടുമ്പോഴും, അയാൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും, ദാമ്പത്യം കഴിച്ചുകൂട്ടുമ്പോഴും, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും നമുക്ക് ഇബാദത്താക്കി മാറ്റാനുള്ള വല്ലാത്തൊരു തൗഫീഖ് ഈ ദീന് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ദീനിനെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത്, അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നുള്ള. ഈ ദീൻ ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ക്ലേശമോ അല്ല, ഇത് നമുക്കൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ഓരോ നിമിഷങ്ങളെയും ശ്രദ്ധയോടുകൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമുക്കതിലൂടെ വലിയ പ്രതിഫലം ലഭിക്കും. ഒന്നാമതായി ഒരു വിശ്വാസി സത്യസന്ധനായിരിക്കണം എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തെ ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ സമൂഹത്തിൽ അവന്റെ വ്യക്തിത്വം എങ്ങനെയായിരിക്കണം, അവൻ സ്വാദിഖായിരിക്കണം, സത്യസന്ധനായിരിക്കണം എന്നുള്ളതാണ്. എല്ലാ സൽഗുണങ്ങളുടെയും ഒരു തലയായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയതാണ് സത്യസന്ധത. സത്യസന്ധതയില്ലാത്ത ഒരാള് സ്നേഹം കാണിക്കുന്നത് കാപട്യമായിരിക്കും, അയാൾ കാണിക്കുന്ന വാത്സല്യം കാപട്യമായിരിക്കും, അയാൾ കാണിക്കുന്ന ബഹുമാനം കാപട്യമായിരിക്കും, അയാൾ കാണിക്കുന്ന വിനയം കാപട്യമായിരിക്കും. അപ്പോൾ എല്ലാ സൽസ്വഭാവങ്ങളുടെയും നെറുകയിൽ കയറി നിൽക്കുന്ന ഒന്നാണ് സിദ്ഖ്, സത്യസന്ധത എന്ന് പറയുന്നത്. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത എന്നത് ഒരാളെ നന്മയിലേക്ക് നയിക്കും. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ബിർറാകട്ടെ ഒരാളെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കും. വ ഇന്നർ റജുല ലയസ്ദുഖു ഹത്താ യകൂന സിദ്ദീഖ, ഒരു മനുഷ്യൻ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അയാളുടെ വർത്തനങ്ങളിലും സംസാരങ്ങളിലും ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലും ഒക്കെ സത്യസന്ധമായ സമീപനം സ്വീകരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ വിളിക്കുന്ന പേര് സിദ്ദീഖ് എന്നാണ്. എന്നാൽ കളവ് ഒരാളെ തിന്മയിലേക്കും, തിന്മ ഒരാളെ നരകത്തിലേക്കും, ആ കളവ് ഒരാളുടെ പേര് കെദാബ് എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ പേര് വെക്കാൻ കാരണമാവുകയും ചെയ്യുമെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം അയാൾ എല്ലായിടത്തും, അയാളുടെ കുടുംബത്തിലും സമൂഹത്തിലും ജോലിസ്ഥലത്തും എല്ലായിടത്തും സ്വാദിഖായിരിക്കണം, സത്യസന്ധനായിരിക്കണം. മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കച്ചവട ദൗത്യം ഏൽപ്പിച്ചപ്പോൾ അവിടുന്ന് ഏറ്റവും അധികം അവരെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ ഒരു സത്യസന്ധതയാണ്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ മാത്രമല്ല അവിടുത്തെ പ്രവൃത്തിയിലും വർത്തനങ്ങളിലും ഇടപാടുകളിലും ബന്ധങ്ങളിലും എല്ലാം ആ ഒരു ഗുണം കാണിച്ചിരുന്നുവെങ്കിൽ എവിടെയും കളവിന്റെ ലാഞ്ചന ഇല്ലാതെ സ്വാദിഖാണ് ഞാനെന്ന് നമുക്ക് മനസ്സറിഞ്ഞു പറയാൻ സാധിക്കുന്ന വിധത്തിൽ ക്വാളിഫൈഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സുഹൃത്തുക്കളെ, ഇതിന്റെ വിപരീതമായ വഞ്ചനയും ചതിയും പൂഴ്ത്തിവെപ്പും കളവുകളും ഒന്നും നമ്മൾ പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. വിശ്വാസികൾ പരസ്പരം ഇണക്കത്തോടെയും സ്നേഹത്തോടെയും ഗുണകാംക്ഷയോടുകൂടെയും വർത്തിക്കേണ്ട ആളുകളാണ്. ആ ആളുകൾക്ക് എങ്ങനെയാണ് പരസ്പരം വഞ്ചിക്കാനാവുക, ചതിക്കാനാവുക, പാരവെക്കാനാവുക, ഇല്ലായ്മ ചെയ്യാനാവുക, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്താനാവുക? ഒരിക്കലും അത് സാധിക്കില്ല. അവന്റെ യാതൊരു വിഷയത്തിലും വഞ്ചനയുടെ ഒരു ചെറിയ ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഹമല അലൈന സിലാഹ്, നമുക്ക് നേരെ ആയുധമേന്തിയവൻ നമ്മിൽപ്പെട്ടവനല്ല. മൻ ഗശ്തനാ ഫലൈസ മിന്നാ, വഞ്ചന കാണിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും യോജിക്കാത്ത ഒരു പേരാണ് മുസ്ലിം സമം വഞ്ചകൻ എന്ന ഒരു പേര്. അയാളുമായിട്ടൊരു ഇടപാടിൽ ഏർപ്പെട്ടിട്ട് അയാൾ നമ്മളെ വഞ്ചിച്ചു കളഞ്ഞു. അയാൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? പക്ഷെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോയി നോക്കുമ്പോൾ വല്ലാത്തൊരു കുടുക്ക് തന്നെയാണ് അത് നമ്മളെ പെടുത്തിയത് എന്ന് നമ്മെക്കുറിച്ച് ഒരാളും പറയാൻ പാടില്ല. ഒരു വേള നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ പരിധിക്കപ്പുറത്തുള്ള ചില സംഗതികൾ നമ്മുടെ കൈകളിലൂടെ അബദ്ധങ്ങളായി വന്നേക്കാം. അത് പടച്ചിറബ് പുറത്തു തരും. അത് അടിമകളും പുറത്തു കൊടുക്കൽ അത്യാവശ്യമാണ്. എന്നാൽ ബോധപൂർവം ഒരാളെ വഞ്ചിക്കാനും കബളിപ്പിക്കാനും ചരക്കുകൾ വിറ്റയിക്കാനും സാമ്പത്തിക വരുമാനത്തിനും ഒക്കെ പരിശ്രമിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഒരിക്കലും പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഉണങ്ങിയ ധാന്യം മീതയിട്ട്
നനഞ്ഞ ധാന്യം അടിയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു കച്ചവടക്കാരന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭക്ഷണ പദാർത്ഥത്തിന്റെ അടിയിലേക്ക് കൈയിട്ട് നനഞ്ഞത് പുറത്തേക്ക് എടുത്തിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ജനങ്ങൾ കാണുന്ന കോലത്തിൽ നിനക്കിത് പുറത്തു കാണിച്ചുകൂടായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്കാണ് മൻ ഗശ്ശനാ ഫലൈസ മിന്നാ, വഞ്ചന കാണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. കബളിപ്പിക്കലും പൂഴ്ത്തിവെക്കലും ഇത്തരത്തിലുള്ള പിന്നെ നല്ലതും അതുപോലെ തന്നെ ചീത്തയായതും മിക്സ്ഡ് ആക്കി ചേർത്തു വെച്ച് വിൽപ്പന നടത്തിയ ആളുകളെ പറ്റിക്കലുമൊന്നും ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. കച്ചവടമാകുമ്പോൾ അതിൽ ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാകും. നമ്മുടെ നഷ്ടം നികത്താൻ മറ്റുള്ളവരെ പറ്റിക്കുക എന്നത് ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. അവിടെ നമ്മൾ നിഷ്കളങ്കതയും അങ്ങേയറ്റത് ഗുണകാംക്ഷയും സത്യസന്ധതയും പാലിക്കാന്നല്ലാതെ ഒരാളെയും നമ്മൾ വഞ്ചിച്ചുകൂടാ. നല്ലത് കാണിച്ച് മോശപ്പെട്ടത് വിറ്റയിച്ച് കളയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു രംഗത്തും കച്ചവടമാണ് ഏറ്റവും അധികം വഞ്ചനയുടെ ഒരു മേഖല എന്നതുകൊണ്ട് തന്നെ ഹദീസുകളിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ പോലും അവിടെ മാത്രമല്ല പല രംഗങ്ങളിലും വഞ്ചനയുണ്ട് എന്നത് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലികുല്ലി ഖാദിരിൻ ലിവാ വയുഖാലു ഹാദിഹി ഖുദ്റത്തു ഫുലാൻ. പരലോകത്ത് മാന്യനായി ദുനിയാവിൽ മാന്യനായി ജീവിച്ച ആളായിരിക്കും. പക്ഷെ ആളുകൾ കാണാതെ പലതരത്തിലുള്ള വഞ്ചനയും നടത്തിയ ആള് പരലോകത്ത് വരുമ്പോ ഒരു പതാകയും ഏന്തിയിട്ടാണ് വരിക. ആ പതാകയിൽ എന്തുണ്ടാകും? ഖുദ്റത്തു ഫുലാൻ, ഇത് ഇന്ന ആളെ വഞ്ചിച്ചതിന്റെ പതാകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പൊ എല്ലാവർക്കും കാണും ഇയാൾ വഞ്ചകനായിരുന്നു എന്ന്. നഊദു ബില്ലാഹ്. അപ്പൊ വഞ്ചന ഒരിക്കലും പാടില്ല, കബളിപ്പിക്കാൻ പാടില്ല, ഒരാളെയും തന്നെ നമ്മൾ പറ്റിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, 3 വിഭാഗം ആളുകളുമായിട്ട് പരലോകത്ത് ഞാൻ എതിരാണ്. റജുലുൻ അതാബി തുമ്മ ഖദറ, ഒരാള് നമ്മളുമായിട്ടൊരു ഇടപാട് നടത്തിയിട്ട് വഞ്ചന കാണിച്ചവൻ എന്നാണ് ഒന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് വഞ്ചന ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അത് കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. അർബഉൻ മൻ കുന്ന ഫീ കാന മുനാഫിഖൻ ഖാലിസ, 4 കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ പ്യുവർ മുനാഫിഖാണ്. എന്താണ് അയാളുടെ പ്രത്യേകത? അയാൾ വിശ്വസിച്ചാൽ വഞ്ചന കാണിക്കും എന്നുള്ളതാണ്. ചതിക്കുക, വഞ്ചിക്കുക എന്നുള്ളതൊന്നും ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റിയല്ല, അതൊരു മുനാഫിഖിന്റെ ക്വാളിറ്റിയാണ്. ഒരു മുസ്ലിമിന്റെ മനസ്സ് അത് തുറന്ന പുസ്തകമാണ്. മനസ്സിലൊന്നും പുറത്തു മറ്റൊന്നുമുള്ള ഒരു പ്രവർത്തനമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അയാൾ പറയുന്ന വാക്കുകൾ അയാളുടെ പ്രവർത്തനങ്ങളിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. അയാളുടെ മനസ്സിന്റെ തെളിമ, ആ തെളിച്ചം അയാളുടെ പ്രവർത്തനങ്ങളിലൂടെ കാണും. അതുകൊണ്ട് യാതൊരു രംഗത്തും ഒരു വിധേനയും ഒരാളെയും വഞ്ചിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അസൂയ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾക്ക് വല്ല ഗുണങ്ങളും ലഭിക്കുന്നത് കാണുമ്പോൾ അത് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുകയോ അത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്ന അസൂയ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും സദഖ കൊടുക്കാമായിരുന്നു, അതുപോലെ എനിക്കും ഇൽമുണ്ടായിരുന്നെങ്കിൽ എനിക്കും പഠിപ്പിക്കാമായിരുന്നു. ഇത് അനുവദിച്ച അസൂയയാണ്. ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ, 2 കാര്യത്തിലല്ലാതെ അസൂയ പാടില്ല. ഒരാൾക്കല്ല ഇൽമു കൊടുത്തു, അയാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ എനിക്കൊരു കൊതി അതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും പഠിപ്പിക്കാമായിരുന്നു. ഒരാൾക്കല്ല മാല് കൊടുത്തു, അയാൾ അതിൽ നിന്ന് സദഖ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കൊതി അതുപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും കൊടുക്കാമായിരുന്നു. ഇതൊരു ആഗ്രഹമാണ്. അയാളുടെ ഇത് നശിക്കണം, അയാൾ പാപ്പരാകണം, അയാൾ ജാഹിലാകണം, അയാൾക്കുള്ള പബ്ലിസിറ്റി ഇല്ലാതാകണം, അയാൾക്കുള്ള അവസരങ്ങളൊക്കെ മുടക്കണം. ഇങ്ങനെയുള്ള അസൂയ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മനസ്സിൽ ഒരാളോടുണ്ടാകുന്ന ക്രോധവും വൈര്യവും പകയും വിദ്വേഷത്തിൽ നിന്നും നിർഗളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അസൂയ എന്ന് പറയുന്നത്. അസൂയാലുവിന് പ്രശ്നമാണ്, അസൂയ മറ്റുള്ളവർക്കും പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തിൽ അവസാനം ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ പ്രകടിപ്പിക്കുമ്പോൾ അതിൽ നിന്നുള്ള കെടുതിയിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ കാരണം അത് അസൂയ വെക്കുന്നവനും അപകടമാണ്, ആരെക്കുറിച്ചാണോ അസൂയ വെക്കുന്നത് അയാൾക്കും അപകടമാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുന്നത്. ആ മനസ്സിലേക്ക് നോക്കുമ്പോൾ ഒരാളോടും നമുക്കൊരു അസൂയയും ഉണ്ടാകാൻ പാടില്ല. ഒരാൾക്ക് വല്ല നന്മയും കിട്ടിയെന്നറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹലാൽ ബർറക്ത, നിങ്ങൾ അയാൾക്ക് ബർക്കത്തിന് വേണ്ടി തേടുകയല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾ ആശ്ചര്യമുറുകയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ വായെടുത്ത് പലതും പറയുകയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ അയാൾക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി തേടുകയല്ലേ ചെയ്യേണ്ടത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമുഖനും സുന്ദരനുമായ സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കുളിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം
അദ്ദേഹത്തെ ആശ്ചര്യമൂറിയിട്ട് സംസാരം നടത്തിയതിന്റെ ഭാഗമായി അയാൾക്ക് ചെറിയ ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് റസൂലുള്ള പറഞ്ഞ കാര്യമാണ്. ഒരാളിൽ വല്ല ആശ്ചര്യജനകമായ കാര്യങ്ങളും നിങ്ങൾ കണ്ടാൽ, ഒരാൾക്ക് വല്ല നേട്ടങ്ങളും നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബാറക്കല്ലാഹു ഫീക്കും, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയട്ടെ. ബാറക്കല്ലാഹു ഫീ അഹ്ലിക വ മാലിക്, അള്ളാഹു നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സമ്പത്തിലും ഐശ്വര്യം വർദ്ധിപ്പിക്കട്ടെ എന്നൊക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടത്. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് നമുക്കൊരു ഉപകാരം കിട്ടിയാൽ പറയേണ്ടതാണ്. മറ്റൊരാൾക്കൊരു ഉപകാരം കിട്ടിയെന്ന് കേൾക്കുമ്പോൾ പറയേണ്ടതാണ്. യോ എന്നല്ല പറയേണ്ടത്. ഒരാൾക്കൊരു ഉപകാരം കിട്ടിയെന്ന് പറയുമ്പോൾ യോ ഓന് കിട്ടിയോ എന്നല്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് ബർക്കത്ത് ചൊരിയട്ടെ എന്ന വാക്കാണ് ഒരു ബോധമുള്ള ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന്. നോക്കൂ, നിങ്ങൾ എത്ര നല്ല കൾച്ചർ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഒരു തന്റെ കൂടെയുള്ള ഒരാൾക്ക് ഒരു ആശ്ചര്യജനകമായ, ഒരു അത്ഭുതകരമായ, അല്ലെങ്കിൽ ഒരു വിജയം ലഭിച്ചു എന്ന് കേൾക്കുമ്പോൾ അവിടെ മാന്യമായിട്ട് പ്രതികരിക്കാൻ പഠിപ്പിച്ച മതമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മതം. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾ പറയേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ നിങ്ങൾ, ലാ യസാലു നാസു ബിഖൈരിൻ മാ ലം യതഹാസദൂ. ഒരു ജനവിഭാഗത്തിന് നന്മ ലഭിച്ചുകൊണ്ടേയിരിക്കും അവർ പരസ്പരം അസൂയാലുക്കളല്ലെങ്കിൽ. പരസ്പരം അസൂയുണ്ട എന്താ ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാനുള്ള പണിയെടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കാനുള്ള പണിയെടുക്കുക. അതില്ലാത്ത ഒരു സമൂഹം അവർക്ക് നന്മ ലഭിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിഉ ഫീ ജൗഫി അബ്ദിൽ ഈമാനി ഫീ ജൗഫി അബ്ദി അൽ ഈമാനു വൽ ഹസൻ. ഒരു മുഅ്മിനിന്റെ ഉള്ളില് രണ്ട് സാധനം ഒരിക്കലും യോജിക്കൂല. ഒന്ന് അസൂയ, മറ്റൊന്ന് ഈമാൻ. ഈമാനുണ്ടോ അസൂയ ഉണ്ടാവില്ല, അസൂയുണ്ടോ ഈമാൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഏതാ ഉള്ളത്? അസൂയയും ഈമാനും ഒരു ഹൃദയത്തിൽ യോജിക്കുകയില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അസൂയ ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അസൂയ വെക്കുന്നവരിലേക്ക് തന്നെ തിരിച്ചടിക്കും എന്നതിന് ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ സാധിക്കും, സംഭവങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ല നിലക്ക് മറ്റൊരാൾക്ക് ഗുണം ആഗ്രഹിക്കുന്നവനായിരിക്കണം. എനിക്ക് ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. അതോടൊപ്പം അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും അസൂയ പാടില്ല എന്നുള്ളതാണ്. നാലാമത്തെ സുഹൃത്തുക്കളെ, ഒരു സൊസൈറ്റിയായി ജീവിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് കരാറുകളും ഉടമ്പടികളും പാലിക്കുക എന്നുള്ളതാണ്. വാക്ക് അതല്ലേ മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് പലപ്പോഴും പറയാറുള്ളത്, അല്ലെ? വെറുതെ എഗ്രിമെന്റ് ഒക്കെ എഴുതും, അതൊരു ഭാഗത്തും പണികൾ വേറെ ഭാഗത്തും ആയിരിക്കും. സുഹൃത്തുക്കളെ, ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ വാക്ക് എന്ന് പറയുന്നത് അത് വാക്കാണ്, അത് വാക്കാണ്. വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മുടെ എല്ലാം ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ വെറുതെ വാക്കടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മുടെ വാക്കുകൾ ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ കരാറുകൾ ചോദ്യം ചെയ്യപ്പെടും. ഇന്നൽ അഹ്ദ കാന മസ്ഊല യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്. നിങ്ങൾ കരാറുകൾ കൃത്യമായിട്ട് പാലിക്കണം. ഇന്നൽ അഹ്ദ കാന മസ്ഊല, കരാറുകൾ ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റിയായി സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹ് പറയുന്നു, വല്ലദീന ഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. അവരുടെ അമാനത്തുകളും അവരുടെ കരാറുകളും ഭംഗിയായി പൂർത്തീകരിക്കുന്നവരാണ് മുഅ്മിനീങ്ങളായ ആൾക്കാരെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയെല്ലാം ഒപ്പുവെച്ചിട്ടുണ്ടോ, ഏതെല്ലാം കരാറുണ്ടോ, ഏതെല്ലാം ജോബ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടോ, അതെല്ലാം ഭംഗിയായി നിർവഹിക്കുന്നവരായിരിക്കണം നമ്മൾ. അതിലൊരിക്കലും പൂഴ്ത്തിവെപ്പോ അതിലേതെങ്കിലും തരത്തിലുള്ള കള്ളത്തരങ്ങളോ കാണിച്ച് അതിൽ നിന്ന് ഒഴിവ് നേടാനുള്ള പരിശ്രമം നമ്മൾ നടത്തരുത്. അത് കപടന്മാരുടെ സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ നിസ്കരിച്ചാലും ശരി, നീ മുസ്ലിമാണെന്ന് പറഞ്ഞാലും ശരി, നിന്റെ കരാറുകൾ നീ പാലിക്കുന്നില്ലെങ്കിൽ, വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകൾ നീ നിർവഹിക്കുന്നില്ലെങ്കിൽ, നീ കപട വിശ്വാസിയാണ്. ചിലപ്പോൾ നിസ്കരിക്കുണ്ടാവും, അന്റെ പേര് മുസ്ലിം പേരേക്കാരം, പക്ഷെ ആള് കപടനാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് സിയാദത്തായിട്ട് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കരാറുകൾ നമ്മൾ പാലിക്കുക എന്നുള്ളത് നമുക്കുണ്ടായിരിക്കേണ്ട സൽഗുണമാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിലാണ് ജനങ്ങളോട് പെരുമാറിയത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദംതു 9 സിനീൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഞാൻ 9 കൊല്ലം ജോലി ചെയ്തു. റസൂൽ ഒരിക്കൽ പോലും എന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല, നീ എന്തിനിങ്ങനെ ചെയ്തു എന്നൊരു കുറ്റപ്പെടുത്തുന്ന വാക്ക് ഒരിക്കൽ പോലും റസൂലുള്ളാഹി എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സൽസ്വഭാവം എല്ലായിടത്തും നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പലരുമായിട്ട് മീറ്റ് ചെയ്യേണ്ടി വരുന്നു, പലരുമായിട്ട് പല ഇടപാടുകൾ നടത്തേണ്ടി വരുന്നു. അപ്പോൾ അവർക്കൊക്കെയും നമ്മിൽ നല്ല ഒരു വ്യക്തിത്വമാണ്
പ്രകടമാകേണ്ടത്, നമ്മിൽ നിന്ന് നല്ലൊരു വ്യക്തിത്വമാണ് അവർക്ക് അനുഭവിക്കാൻ പറ്റേണ്ടത്. പ്രത്യേകിച്ച് നമ്മളുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന ഇതര മതസ്ഥരായ ആളുകളൊക്കെ അവര് നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ പിന്നെ നോക്കണ്ട എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. നമ്മുടെ മതത്തിനും നമ്മുടെ ആദർശത്തിനും നമ്മൾ തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലായിരിക്കരുത് നമ്മുടെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും എന്ന് പറയുന്നത്. എല്ലായിടത്തും ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വ അഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ, പരലോകത്ത് എന്റെ ഏറ്റവും അടുത്ത് സീറ്റുള്ളവർ ആരാണ്? അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്നാണ്. നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ ഇണകളോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ജോലിക്കാരോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മളുമായി ഇടപെടയുന്ന മുഴുവൻ ആളുകളോടും ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവരായിരിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹീമൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങേയറ്റത്തെ കാരുണ്യവാനായിരുന്നു എന്നുള്ളതാണ്. നമസ്കാരത്തിന്റെ നേരത്ത് പോലും ഒരാളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനും അത് പരിഹരിക്കാനും പരിശ്രമിച്ചിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുവരെ സ്വഹാബത്ത് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കുണ്ടായിരിക്കേണ്ട അഞ്ചാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സൽസ്വഭാവമാണ്. ആറാമത്തെ സുഹൃത്തുക്കളെ ലജ്ജയുള്ളവരാവുക എന്നുള്ളതാണ്. ഇന്ന് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ലജ്ജയാണ്. എന്തും ഉടുക്കാനും എന്തും ധരിക്കാനും എന്തും കുടിക്കാനും എങ്ങനെയും ജീവിക്കാനും നമുക്ക് കിട്ടിയ ആ ഒരു തൊലിക്കട്ടി അത് എവിടെ നിന്നാണെന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഒരിക്കലും ഇസ്ലാം ലജ്ജയെ കളഞ്ഞു കുളിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസദ്ദു ഹയാഅൻ മിനൽ അദ്റാ ഫീ ഹദ്രിഹാ, ഒരു ടെന്റിൽ ഒളിഞ്ഞു താമസിക്കുന്ന ഒരു പെണ്ണ് അവൾ എത്ര ലജ്ജാവതിയാണോ അതുപോലെ ലജ്ജ കാണിച്ചിരുന്ന വ്യക്തിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോശപ്പെട്ട കാര്യങ്ങളിൽ ചെന്ന് വീഴാതെ, പടപ്പുകളോടുള്ള നീതി നിഷേധിക്കാതെ, ഓരോ രംഗത്തും ഈവൻ അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ഔറത്തും സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഔറത്തും കാണാമോ? പാടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരുമിച്ച് ഒരാൾ ഒറ്റയ്ക്ക് റൂമിലായിരിക്കുമ്പോൾ അയാളുടെ വസ്ത്രം അഴിക്കുന്നത് പ്രശ്നമില്ല. പക്ഷേ അവിടെ പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അഹഖു അൻ യസ്തഹിയ മിൻകുന്ന, ജനങ്ങളെക്കാളും നീ ലജ്ജ കാണിക്കേണ്ട ആള് അല്ലാഹുവാണ്. നീ ഒറ്റയ്ക്ക് റൂമിലാണെങ്കിൽ പോലും വെറുതെ ഡ്രസ് അയച്ചിട്ടിട്ട് നീ നടക്കേണ്ട ഒരു ആവശ്യം ഇല്ല. കാരണം നിന്നെ പടച്ചോൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെയും നിനക്ക് അള്ളാനെ ഓർത്ത് ഹയാ ഉള്ളവനാകാൻ സാധിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ലജ്ജാശീലം നമുക്ക് എല്ലായിടത്തും ഉണ്ടാവുക എന്നുള്ളത്. ഇന്നിപ്പോ എല്ലായിടത്തും മിംഗ്ലിംഗ് ജോബാണ് അല്ലെ? എവിടെ നോക്കിയാലും എല്ലായിടത്തും ആണും പെണ്ണും ഒരുമിച്ചാണ്. പലപ്പോഴും അവിടെ സഹകരിച്ചും സംസാരിച്ചും ഇടപെട്ടൊക്കെ ശീലിച്ചതുകൊണ്ട് ചിലത് നമുക്ക് പ്രശ്നമല്ലാതായി മാറിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. അവിടെയൊക്കെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഇജ്ജത്ത് കാത്തു സൂക്ഷിക്കുകയും ആൺ പെൺ വ്യത്യാസം കാത്തു സൂക്ഷിക്കുകയും വസ്ത്രത്തിലും മറ്റു പെരുമാറ്റ രീതികളിലുമൊക്കെ നമ്മൾ ലജ്ജ എന്ന സൽസ്വഭാവത്തെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. കാരണം അത് ശുഅബത്തും മിനൽ ഈമാൻ, നമ്മുടെ ഈമാനിന്റെ ഭാഗമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് യഥേഷ്ടം എങ്ങനെയും എവിടെയും ആവാമെന്ന ഒരു മനസ്സോ രീതിയോ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. എല്ലായിടത്തും ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയും അവൻ കാത്തു സൂക്ഷിക്കേണ്ട ആ ഒരു ലജ്ജയും എളിമയും താഴ്മയും ഒക്കെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇൽമും ഈമാനും അമലും സാലിഹും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാം ഒരു പിടി സൽസ്വഭാവങ്ങളുടെ മതമാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ 30 കൊല്ലം ഇൽമ അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയിട്ട് അതിൽ 20 കൊല്ലവും ഞാൻ പഠിച്ചത് ആദാബുകളാണ്, മര്യാദകളാണ് എന്നാണ് നമ്മുടെ മുൻഗാമികളായ താബിഈ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റേതായിട്ടുള്ള ആദാബുകൾ, അഖ്ലാഖുകൾ, സ്വഭാവവും മര്യാദയും ഒക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ഓരോ രംഗത്തും അതിനെ പ്രാവർത്തികമാക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകിയതാണ് യൗമുൽ ജുമുഅ എന്ന് പറയുന്നത്. മറ്റു മതക്കാർക്കൊക്കെ അള്ളാഹു ഈ ദിവസം തട്ടിമാറ്റി ഏറ്റവും ഖൈറായ ദിവസം, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസ് യൗമുൽ ജുമുഅ,
സൂര്യൻ ഉദിക്കുന്നതിൽ ഏറ്റവും നല്ല ദിവസം അത് യൗമുൽ ജുമുഅയാണ്. ആ യൗമുൽ ജുമുഅ കൊണ്ട് മുസ്ലിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആദരവിനെ നമ്മളും ആദരിക്കേണ്ടതുണ്ട്. യൗമുൽ ജുമുഅയിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൗമുൽ ജുമുഅയുടെ നിസ്കാരവും അതുപോലെ തന്നെ ജുമുഅ ഖുതുബയും തന്നെയാണ്. അതിന് വളരെ നേരത്തെ തന്നെ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് അത്തർ പൂശി പള്ളിയിൽ ഇമാമിനോട് തൊട്ട് മുന്നിൽ തന്നെ ഒന്നാമത്തെ സഫിൽ തന്നെ എത്തിപ്പെടാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. നമുക്ക് ഒരുപാട് തിരക്കുകളും ജോലികളും ഭാരിച്ച ചുമതലകളുമൊക്കെയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ ചുമതലകൾക്കെല്ലാം ഇടയിലും നമുക്ക് വേണ്ടതെന്ന് തോന്നുന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ ലീവ് എടുക്കാറുണ്ട്, നേരത്തെ ഇറങ്ങാറുണ്ട്, അവിടങ്ങളിൽ എത്തിപ്പെടാറുണ്ട് അല്ലെ? ഓരോ ഇടങ്ങളിലും, അത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും ഇനി ഒരു ഡോക്ടറെ കാണാനാണെങ്കിലും ബുക്ക് ചെയ്ത സമയത്തിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പെങ്കിലും നമ്മളവിടെ എത്തിപ്പെടാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ മണിക്കൂറുകളോളം കാത്തിരുന്നിട്ട് പറയും ഇത്ര നേരത്തെ ഒന്നും പുറപ്പെടേണ്ടിയിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ അടുത്ത തവണയും വീണ്ടും നേരത്തെ തന്നെ പുറപ്പെടാറുണ്ട്. അപ്പൊ നമുക്ക് വേണമെന്ന് തോന്നുന്നിടത്തൊക്കെ നമ്മൾ വളരെ നേരത്തെ എത്തിപ്പെടാറുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളി ഖതീബ് മിമ്പറിൽ കയറും മുമ്പ് ഏതാണ്ടൊക്കെ പൂർത്തിയാകാറുണ്ട്. എങ്കിൽ പോലും നമ്മളെല്ലാവരും ഒരു ജുമുഅയുടെ ഖുതുബയുടെ ആ ഒരു മഹത്വം പ്രതീക്ഷിച്ച് എത്തിപ്പെടുന്ന ആൾക്കാരാണ്. അത് കിട്ടണമെങ്കിൽ മിമ്പറിൽ ഖതീബ് കയറുന്ന സമയം 12:35 ആണ്. നമ്മുടെ ടൈം ഫിക്സഡ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴാണോ ദുഹറിന്റെ സമയം 35-ൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് അപ്പോഴാണ് നമ്മൾ 35-ൽ നിന്ന് വൈകിപ്പിക്കാറുള്ളത്. അല്ലാത്ത സമയത്തൊക്കെ 12:35 ആണ്. ഈ 12:35-ന് ഖതീബ് മിമ്പറിൽ കയറുന്നതോടൊപ്പം തന്നെ മലക്കുകൾ അവരുടെ രേഖ പൂട്ടിവെച്ച് പള്ളിയുടെ വാതിൽക്കലിരുന്ന് ഈ ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കും. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിനു മുമ്പ് നമ്മൾ എത്തുക എന്നുള്ളതാണ്. 2, മലക്കുകളടക്കം ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരു ഖുതുബയുടെ സമയത്ത് നമ്മൾ ഫോൺ നോക്കുക, മറ്റ് പല സംസാരങ്ങളിലായിരിക്കുക, പായിലും മറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് നഷ്ടം സമ്മാനിക്കും. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ഉള്ള വിഷയമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൽ നമ്മൾ വ്യാപൃതനാവുമ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു പ്രശ്നം നന്നായിട്ടുണ്ട്. ലാക്ക് ഓഫ് അറ്റൻഷനോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുതുബയിൽ ജുമുഅയിലായിരിക്കുമ്പോൾ ഈ ഒരു അരമണിക്കൂർ ഖുതുബ ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ മാക്സിമം ഒരു 40 മിനിറ്റാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അലോട്ട് ചെയ്യേണ്ടത്. ആ സമയത്ത് ബാക്കി ഒരു എൻഗേജ്മെന്റ്സും ഇല്ലാതെ സമ്പൂർണ്ണമായിട്ടും ഇതിലിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങൾ ഈ ജുമുഅ ദിനത്തിൽ പള്ളിയിലേക്ക് വരണം. എന്തിന്? ഇലാ ദിക്റില്ലാന്ന്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വരണമെന്നാണ്. ആ ദിക്റിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഖതീബ് നിർവഹിക്കുന്ന വഅലാണ് എന്നാണ് മുഫസ്സിറുകൾ അഖിലവും ആ ആയത്തിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ പരസ്പരം ഖുർആൻ ഓതിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മൻ ഖാല ലി സാഹിബിഹി യൗമുൽ ജുമുഅ വൽ ഇമാം യഖ്തുബ് ഉൻസുത് ഫഖദ് ലഗാദ. ഒരാള് ഇമാം ഖുത്ബ നിർവഹിക്കുമ്പോൾ സംസാരിക്കുന്ന ഒരാളോട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞവന്റെ ജുമുഅ ബാത്തിലായി എന്ന് പറഞ്ഞു. അപ്പൊ എത്രത്തോളം കാമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം നമ്മുടെ പള്ളികളിൽ. ഇനി നമ്മൾ ഒരു വിമർശനാത്മകമായിട്ട് കൂടെ ചിന്തിക്കുക. എന്ത്? സാക്ഷാൽ ആരാധ്യനായ പടച്ചറബിനെ ആരാധിക്കാൻ പടുത്തുയർത്തിയ പള്ളികൾക്കകത്തുള്ള ശബ്ദകോലാഹലങ്ങൾ മറ്റ് ആരാധനാ കേന്ദ്രങ്ങളിലുണ്ടോ? അവിടെങ്ങളിൽ എത്ര ശാന്തമാണ് അല്ലെ? പക്ഷെ അല്ലാഹുവിന്റെ പള്ളികളിലാണ് ഫുട്ബോളിന്റെ ചർച്ച, രാഷ്ട്രീയത്തിന്റെ ചർച്ച, മറ്റു പല ചർച്ചകൾ. ഖുത്ബക്ക് വരുമ്പോഴാണ് കൂട്ടുകാരനോട് സംസാരിക്കുക. വേറെ എത്ര സമയമുണ്ട്? അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കുക. ഖതീബ് കാണുന്ന പ്രദേശത്താവുമ്പോൾ നമ്മൾ അറ്റൻഷനിലിരിക്കുക. കാണാത്ത അപ്സ്റ്റെയറിലും അവിടെയും ഇവിടെയും കോണിന്റെ ചോട്ടിലൊക്കെ ആവുമ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുക. അതൊന്നും ശരിയല്ല. നമ്മൾ പടച്ചറബിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രീതി നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഒരാൾ വീട്ടിൽ നിന്ന് ജനാബത്ത് കുളിക്കുന്ന പോലെ കുളിച്ച് വളരെ നേരത്തെ പള്ളിയിലേക്ക് നടന്നുവന്ന് ഇമാമിന്റെ തൊട്ട് മുമ്പിൽ തന്നെ ഇരുന്ന് ഖുതുബ വൃത്തിയായി ശ്രദ്ധിച്ച് കേട്ട് വേണ്ടാത്ത ഒരു കളികളിലോ മറ്റൊന്നിലും ഏർപ്പെടാതിരുന്നാൽ ബികുല്ലി ഖുതുവത്തിൻ അമലു സനത്തി അജ്രിൻ സിയാമുഹ വ ഖിയാമുഹ, അവന്റെ ഓരോ സ്റ്റെപ്പിനും ഒരു കൊല്ലം നോമ്പ് നോറ്റ നിന്ന് നിസ്കരിച്ച കൂലി അള്ളാഹു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചില്ലറ ലാഭമൊന്നുമല്ല നമുക്കിതുകൊണ്ട് കിട്ടുന്നത്. നമുക്കറിയാം ഒട്ടകത്തിന്റെ കൂലി. നമുക്കൊരു ഒട്ടകത്തിന്റെ കൂലി ഇട്ടിട്ട് എത്ര കാലമായി ഉണ്ടാവും? അതിന്റെ ജോലി, അതിന്റെ മറ്റത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അപ്പൊ ഈ ജോലി എത്ര കാലം ഉണ്ടാവും? അപ്പൊ നമുക്ക് ഈ ഒട്ടകത്തിന്റെ കൂലി എന്ന് കിട്ടുക? അങ്ങനെ നോക്കുമ്പോൾ കിട്ടൂല നമുക്ക്.
അങ്ങനെ കണക്കൂട്ടി നമുക്ക് ഒന്നും കിട്ടൂല. ഈ ഒട്ടകത്തിന്റെ കൂലിന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാനുള്ള ഒരു തൗഫീഖും ഇല്ലാത്ത ആളായിട്ട് നമുക്ക് മാറും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാത്തിനും കാരണങ്ങളുണ്ട്. എല്ലാത്തിനും നമുക്ക് കാരണങ്ങളുണ്ട്. നമുക്ക് വൈകി വരാൻ കാരണമുണ്ട്, വരാതിരിക്കാൻ കാരണമുണ്ട്, പിന്നെ പകുതി കിട്ടാൻ കാരണമുണ്ട്. എല്ലാത്തിനും നമുക്ക് കാരണമുണ്ട്. ആ കാരണത്തിൽ നമ്മൾ തൃപ്തി അടയുന്നിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാനുള്ള തൗഫീഖ് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ല ശ്രദ്ധ പുലർത്തുക. ഒരു കാരണവശാലും നമുക്ക് ജുമഅ നഷ്ടപ്പെടാൻ പാടില്ല. ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ്. ഉദ്റില്ലാതെ ഒരാളും തന്നെ ഖുതുബ നഷ്ടപ്പെടുത്താൻ പാടില്ല, ജുമഅ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മുടെ വീഴ്ചകളെല്ലാം അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നല്ല മുറാദുകളെ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.